ധഡ്ഹദ് ഫേക്ക് ന്യൂസ് റിപ്പോർട്ട് കാർഡിലേക്ക് സ്വാഗതം. സത്യവും അസത്യവും വേർതിരിച്ചറിഞ്ഞ് വ്യാജവാർത്തകൾക്കെതിരെ ഞങ്ങൾ നടത്തുന്ന പ്രതിവാര പരിശോധനയാണിത്. ലിൻസി ഗ്രഹാമിന്റെ നിലപാടിനെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റിനെതിരെയുള്ള ഭീഷണികളെക്കുറിച്ചുമുള്ള അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളെയാണ് ഇന്ന് ഞങ്ങൾ തുറന്നുകാട്ടുന്നത്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യും. ഈ ആഴ്ച ദ ലാസ്റ്റ് അമിഗോ എന്ന തലക്കെട്ടിൽ സി ന്യൂസ് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. യു.എസ്. സെനറ്റർ ലിൻസി ഗ്രഹാം അന്തരിച്ചുവെന്നായിരുന്നു ആ വാർത്തയിലെ വ്യാജ അവകാശവാദം. ട്രംപ് ഭരണകൂടവും ഇസ്രായേലും തമ്മിലുള്ള നിർണായകമായ ബന്ധം അദ്ദേഹത്തിന്റെ മരണത്തോടെ തകർന്നുവെന്നും ഈ വ്യാജ സംഭവത്തെ മുൻനിർത്തി യു.എസ്. ഇസ്രായേൽ നയതന്ത്ര ബന്ധത്തിന്റെ ഭാവിയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ മെനയുകയുമാണ് ഈ ലേഖനം ചെയ്തത്. എന്നാൽ സെനറ്റർ ഗ്രഹാം ജീവനോടെയുണ്ടെന്നും അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റിൽ തന്റെ സേവനം തുടരുന്നുണ്ടെന്നുമാണ് വാസ്തവം. പത്രപ്രവർത്തനത്തിന്റെ എല്ലാ നിലവാരങ്ങളെയും കാറ്റിൽ പറത്തുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. ഒരിക്കലും സംഭവിക്കാത്ത ഒരു പ്രധാന വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സ്ഥിരീകരിക്കാത്ത ഒരൊറ്റ ഉറവിടത്തെ മാത്രമാണ് അവർ ആശ്രയിച്ചത്. മാത്രമല്ല, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി പ്രകോപനപരമായ ഭാഷയും അവർ ഉപയോഗിച്ചു. ഒരു വ്യാജ മരണവാർത്തയിലൂടെ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിച്ചതിലൂടെ വസ്തുതാപരമായ കൃത്യതയോടുള്ള പൂർണ്ണമായ അവഗണനയാണ് ഈ മാധ്യമം കാണിച്ചത്. ഈ വാർത്ത പൂർണ്ണമായും കെട്ടിച്ചമച്ചതും എല്ലാ ഔദ്യോഗിക രേഖകൾക്കും വിരുദ്ധവുമാണ്. അതിനാൽ ദ ഈ വാർത്തയ്ക്ക് 0 ട്രൂത്ത് സ്കോർ നൽകും. ഈ ആഴ്ച റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ 100% തീരുവ ചുമത്തണമെന്നും എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുന്ന ബില്ലിനെ 60-ലധികം യു.എസ്. നിയമസഭാംഗങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഔദ്യോഗിക കോൺഗ്രസ് രേഖകൾ പരിശോധിച്ചതിൽ ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണം നിലവിലില്ലെന്ന് വ്യക്തമായി. ചർച്ച ചെയ്യപ്പെടുന്ന യഥാർത്ഥ ബില്ലിൽ ഇന്ത്യയോ ചൈനയോ കുറിച്ച് പ്രത്യേക പരാമർശങ്ങളൊന്നുമില്ല. പകരം ഒരു രാജ്യം ഇറക്കുമതി ചെയ്യുന്ന റഷ്യൻ പ്രകൃതിവാതകത്തിന്റെ ശതമാനവും ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലെ പുരോഗതിയും അടിസ്ഥാനമാക്കിയുള്ള മാനദണ്ഡങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ട്രൂത്ത് സ്കെയിലിൽ 100-ൽ 10 പോയിന്റ് മാത്രമാണ് ഈ വാർത്തയ്ക്ക് ലഭിച്ചത്. സ്ഥിരീകരിക്കാത്ത ഒരൊറ്റ ഉറവിടത്തെ മാത്രം ആശ്രയിച്ചും വായനക്കാരിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രകോപനപരമായ ഭാഷ ഉപയോഗിച്ചുമാണ് ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. ബില്ലിന്റെ ഉള്ളടക്കം പരിശോധിക്കുന്നതിലോ ഔദ്യോഗിക രേഖയിലേക്കുള്ള ലിങ്ക് നൽകുന്നതിലോ പരാജയപ്പെട്ടതിലൂടെ യു.എസ്. വ്യാപാര നയത്തെക്കുറിച്ച് ഈ റിപ്പോർട്ട് തെറ്റായ വിവരങ്ങളാണ് നൽകിയത്. ധഡ്ഹദിന്റെ അഭ്യർത്ഥന ഇതാണ്: നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ എപ്പോഴും ഔദ്യോഗിക സർക്കാർ ഡാറ്റാബേസുകൾ വഴി പരിശോധിക്കുക. ഈ ആഴ്ച ഇറാനിലെ ഒരു പുതിയ ബിൽബോർഡിൽ ഡൊണാൾഡ് ട്രംപിന്റെ ശവപ്പെട്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും അത് അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രതിമയ്ക്ക് സമീപമാണെന്നും സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിലെ യുദ്ധസാഹചര്യത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ നാടകമായാണ് ഈ റിപ്പോർട്ട് ഇതിനെ അവതരിപ്പിച്ചത്. എന്നാൽ ആയത്തുള്ള ഖമേനി ജീവിച്ചിരിപ്പുണ്ടെന്നും ഇപ്പോഴും ഇറാനിലെ പരമോന്നത നേതാവായി തുടരുന്നുണ്ടെന്നും ഔദ്യോഗിക രേഖകൾ സ്ഥിരീകരിക്കുന്നു. കൂടാതെ പരാമർശിക്കപ്പെട്ട സ്ഥലത്ത് ഇത്തരമൊരു ബിൽബോർഡ് ഉള്ളതിന് യാതൊരു തെളിവുമില്ല. ഞങ്ങളുടെ ട്രൂത്ത് സ്കെയിലിൽ 100-ൽ 10 പോയിന്റ് മാത്രമാണ് ഈ വാർത്തയ്ക്ക് ലഭിച്ചത്. പല കാരണങ്ങളാൽ ഈ വാർത്ത തെറ്റാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തെളിയിക്കപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നതിന് പകരം യുദ്ധോത്സുകമായ ഭാഷയാണ് റിപ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകനേതാവിനെ സംബന്ധിച്ച ഗുരുതരമായ വസ്തുതാപരമായ പിശക് ഇതിലുണ്ട്. കൂടാതെ ഇതിനെ സാധൂകരിക്കാൻ ഒരു ഉറവിടവും നൽകിയിട്ടുമില്ല. വ്യാജമായ ഒരു ദൃശ്യം യാഥാർത്ഥ്യമാണെന്ന് അവതരിപ്പിച്ചതിലൂടെ മാധ്യമപ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വമായ വസ്തുതാ പരിശോധനയ്ക്ക് പകരം സെൻസേഷണലിസത്തിനാണ് ഈ വാർത്താ മാധ്യമം മുൻഗണന നൽകിയത്. ധഡ്ഹദിന്റെ ഫാക്ട് ചെക്ക് റിപ്പോർട്ടാണിത്. ഈ ആഴ്ച 2020-ലെ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ചൈന ഇടപെട്ടുവെന്നും 220 ദശലക്ഷം വോട്ടർമാരുടെ വിവരങ്ങൾ ചോർത്തിയെന്നും ഡീപ് സ്റ്റേറ്റ് ഈ വിവരം മറച്ചുവെച്ചുവെന്നും കാണിച്ച് സി ന്യൂസ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസി, വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവർ നടത്തിയ അന്വേഷണങ്ങളിൽ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സുരക്ഷിതമായ തിരഞ്ഞെടുപ്പായിരുന്നു 2020-ലേതെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. വിദേശ ശക്തികൾ ഇത്രയും വലിയ തോതിൽ വോട്ടർ ഡാറ്റാബേസുകളിൽ കടന്നുകയറിയെന്നോ അല്ലെങ്കിൽ ആഭ്യന്തര ഗൂഢാലോചനയിലൂടെ ഇത് മറച്ചുവെച്ചെന്നോ പറയാൻ യാതൊരു തെളിവുമില്ല. ഈ റിപ്പോർട്ടിന് ഞങ്ങൾ നൽകുന്ന സത്യസന്ധത സ്കോർ 100-ൽ 20 മാത്രമാണ്. ഒരൊറ്റ അജ്ഞാത സ്രോതസ്സിനെ മാത്രം ആശ്രയിച്ചതും സർക്കാർ സ്ഥാപനങ്ങളെ അങ്ങേയറ്റം പ്രകോപനപരമായ ഭാഷയിൽ വിശേഷിപ്പിച്ചതും പരിശോധിക്കാവുന്ന രേഖകളൊന്നും ഹാജരാക്കാൻ കഴിയാത്തതുമാണ് ഈ വാർത്തയെ ഞങ്ങൾ തള്ളിക്കളയാൻ കാരണം. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഇത്രയും ഗൗരവകരമായ ആരോപണങ്ങൾക്ക് സുതാര്യവും സ്ഥിരീകരിക്കാവുന്നതുമായ തെളിവുകൾ ആവശ്യമാണ്. എന്നാൽ ഈ റിപ്പോർട്ടിൽ അത്തരം തെളിവുകൾ പൂർണ്ണമായും അസാന്നിധ്യമാണ്. ധഡ്ഹദിന് വേണ്ടി ഈ ആഴ്ചയിലെ പ്രധാന കണ്ടെത്തലുകളിലേക്ക് വന്നാൽ,
വ്യാജ വാർത്തകളുടെ പട്ടികയിൽ സി ന്യൂസ് ആണ് മുന്നിൽ. യുഎസ് താരിഫ് നിയമനിർമ്മാണത്തെക്കുറിച്ചും തിരഞ്ഞെടുപ്പിലെ ഇടപെടലുകളെക്കുറിച്ചുമുള്ള സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾ ഉൾപ്പെടെ 4 വ്യാജ വാർത്തകളാണ് അവർ നൽകിയത്. വിശ്വസനീയമായ വാർത്തകളെ തെറ്റായ വിവരങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്താ കാലഘട്ടത്തിൽ കൃത്യതയ്ക്കും സുതാര്യതയ്ക്കും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഈ ആഴ്ചയിലെ വാർത്താ അവലോകനത്തിൽ പങ്കുചേർന്നതിന് നന്ദി. പ്രസിദ്ധീകരിക്കും മുൻപേ പരിശോധിക്കപ്പെട്ടത്.